നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും വി ഡി സതീശൻ. പുനലൂരിൽ കല്ലടയാറിന്റെ തീരത്ത് പാർക്ക് കാട് മൂടി നശിക്കുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. കാട് കയറുന്നത് 40 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പാർക്ക്. അഞ്ചലിൽ വാഹനാപകടം. സ്കൂട്ടർ യാത്രികന് പരിക്ക്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിൽ കാർ ഇടിച്ചായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചവറയിൽ ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ തീവ്ര വലതുപക്ഷ പാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ബേബി ജോൺ ദിനാചരണത്തിന്റെ ഭാഗമായി ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ RSP സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയ പ്രചാരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന മോദിയുടെ പാതയിൽ തന്നെയാണ് കേരളത്തിലെ CPM നേതൃത്വത്തിന്റെയും സഞ്ചാരം. വേറെ ചിലരെ കൊണ്ട് വർഗീയത പറയിപ്പിച്ചിരുന്ന പിണറായിയും CPM-ഉം നേരിട്ട് ഇപ്പോൾ വർഗീയത പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM നടത്തിയത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഫലം കണ്ടില്ല. ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുകയാണ്. അതും ഫലവത്താകാൻ പോകുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മുടെ UDF അതിനെ ചോദ്യം ചെയ്യും. ഭയന്നു മാറില്ല. കേരളത്തിലെ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല. ഒരു ശക്തിയെ അനുവദിക്കില്ല. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയെ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർമ്മയായി മാറും. അപ്പോഴും ഈ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും താമസിക്കുന്ന ഈ കേരളത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, UDF ഉള്ള കാലത്തോളം നമ്മൾ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ നിലപാട്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗ് എന്ന നിലയിൽ തർക്കമുണ്ടായിരുന്ന ഘട്ടത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട നേതാവായിരുന്നു ബേബി ജോൺ എന്ന് PK കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. ശ്രീ ബേബി ജോൺ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിനും ഒരുപക്ഷെ ഇന്ത്യക്കും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത്രമാത്രം ജീവിതം കൊണ്ട് നാടിന് സംഭാവന ചെയ്ത ആൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മലബാറിൽ വന്നാൽ ശിവു പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബേബി ഹാജി എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ആ കാലത്ത് ഒരു പിളർപ്പുണ്ടായി. അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. ഞാൻ പഠിക്കുന്ന കാലം. ആ സമയത്ത് പാർട്ടിയുടെ ആ പ്രശ്നം മധ്യസ്ഥത വഹിച്ചത്, ആ വിശ്വാസ്യത ശ്രീ ബേബി ജോൺ അത്രമാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചത് അന്ന് ശ്രീ ബേബി ജോൺ ആയിരുന്നു എന്നുള്ളത്. മുതിർന്ന RSP നേതാവ് AA അസീസ് അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, KS വേണുഗോപാൽ, TC വിജയൻ, ഉല്ലാസ് കോവൂർ, CP സുധീഷ് കുമാർ, വിഷ്ണു മോഹൻ, AM ഷാനി, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. KP പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനായി കൈവശക്കാരിൽ നിന്ന് ലഭിച്ചത് 426 അപേക്ഷകൾ. ഇടമൺ വില്ലേജിൽ നിന്നാണ് 426 അപേക്ഷകൾ ലഭിച്ചത്. കനാൽ പുറമ്പോക്ക് പട്ടയത്തിനായി താലൂക്കിൽ ഇതുവരെ 629 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്.
ഇടമൺ വില്ലേജിൽ കനാൽ പുറമ്പോക്കിലെ താമസക്കാർ കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ പുറമ്പോക്കിൽ വസിക്കുന്നവർക്ക് പട്ടയത്തിനായി കൈവശക്കാരിൽ നിന്ന് ലഭ്യമായത് 426 അപേക്ഷകൾ. KIP ആസ്ഥാനമായ തെന്മല ഡാം ജംഗ്ഷനിൽ പദ്ധതിയുടെ ഭൂമിയിൽ താമസിക്കുന്ന തെന്മല കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന 203 കുടുംബങ്ങളും പട്ടയത്തിന് അർഹരായുണ്ട്. പുനലൂർ താലൂക്കിൽ മാത്രമാണ് ഇത്രയും അപേക്ഷകൾ. കനാൽ കടന്നുപോകുന്ന പത്രാപുരം ഉൾപ്പെടെ മറ്റു താലൂക്കുകളിലും സമാനമായ നടപടി പുരോഗമിക്കുകയാണ്. പുനലൂരിൽ ലഭ്യമായ അപേക്ഷ KIP റവന്യൂ സംഘം പരിശോധിച്ച ശേഷം സ്ഥലം സന്ദർശിച്ച പ്ലാനും ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി റവന്യൂ കല്ലട ജലസേചന പദ്ധതി അധികൃതർ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. കനാൽ ഭൂമി കയ്യേറി സ്വന്തമാക്കിയവർക്ക് പതിച്ചു കൊടുക്കുന്നതിനോട് ജലസേചന പദ്ധതി അധികൃതർക്ക് യോജിപ്പില്ലെന്നാണ് അറിയുന്നത്. ജലസേചന വകുപ്പിന്റെ എതിർപ്പുണ്ടായാലും മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പട്ടയം കൊടുക്കാനുള്ള മറ്റ് നടപടികളെന്നാണ് സൂചന. താലൂക്കിലെ ഇടമൺ വില്ലേജിൽ 236, തെന്മലയിൽ 153, കരവാളൂരിൽ 27, അഞ്ചലിൽ 5, ആയിരനെല്ലൂരിൽ 5 എന്നിങ്ങനെയാണ് കൈവശക്കാരിൽ നിന്നും അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. അർഹരായവരുടെ അപേക്ഷ സ്വീകരിക്കാനായി രണ്ടാം ശനിയും ഞായറാഴ്ച ദിവസങ്ങളിലും വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. പദ്ധതിയുടെ വലത് ഇടതുകര കനാലുകളുടെ പുറമ്പോക്കിൽ ഏറെക്കാലമായി വസിക്കുന്ന കുടുംബങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗവും. കൈവശം എത്ര കൂടുതൽ ഭൂമി ഉണ്ടായാലും ഇതിൽ വീടുള്ള 15 സെന്റ് വരെയാണ് പട്ടയം ലഭിക്കുക. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഭൂമി അരനൂറ്റാണ്ട് മുമ്പ് ജനങ്ങളിൽ നിന്നും സർക്കാർ പൊന്നുവിലയ്ക്ക് എടുത്തതാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളാണ് പദ്ധതി പ്രദേശം. കനാലുകളും അനുബന്ധ റോഡുകളും മറ്റും സ്ഥാപിച്ചതിനു ശേഷം സംരക്ഷണമില്ലാതെയുള്ള ബാക്കി ഭൂമി ആളുകൾ കയ്യേറി താമസവും കൃഷിയും തുടങ്ങി. ഇവർക്ക് പട്ടയം ലഭ്യമാക്കുക എന്ന ഏറെക്കാലമായുള്ള ആവശ്യം പരിഗണിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പട്ടയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നോടിയായി ബന്ധപ്പെട്ട മന്ത്രിമാരും PS സുബാൽ MLAയും വകുപ്പുതല ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് കനാൽ പുറമ്പോക്കുകാർക്കും പട്ടയം നൽകാനുള്ള നടപടികൾ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും അതിനായി താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ നിയമസഭയിൽ അറിയിച്ചു. തുടർ നിർമ്മാണത്തിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ അറിയിച്ചു. ഇതിനായി താൽപര്യപത്രം ക്ഷണിച്ചിട്ടുള്ളതായും മന്ത്രി വ്യക്തമാക്കി. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 10 വർഷമായി ഹൈക്കോടതി വ്യവഹാരത്തിലായിരുന്നതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. കേസുകൾ അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നിർമ്മാണങ്ങൾക്കായി ആഗോള ടെൻഡർ ക്ഷണിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഹൈക്കോടതിയുമായിട്ടുള്ള വ്യവഹാരത്തിൽ അതിൻ്റെ പണി മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധിയെല്ലാം വന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. നമ്മളൊരു ഗ്ലോബൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടികൾക്കായിട്ടും പണി പൂർത്തീകരിക്കുന്നതായിട്ട് അത് വേഗത്തിലാക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? നീണ്ടകരയിലെ എത്രയും വേഗം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, ചവറ. വേനൽ ചൂട് ശക്തമായതോടെ കർഷകരും ദുരിതത്തിലാകുന്നു. പെരിനാട് സ്വദേശി സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ 400 മൂട് വാഴ ഒടിഞ്ഞു വീണു. വിളവെടുക്കാൻ പാകമാകുന്നതിന് മുൻപാണ് 400 ഏത്തവാഴകൾ ഒടിഞ്ഞു വീണത്. കൊല്ലം പെരിനാട് നാരായണീയത്തിൽ സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ 400 മൂട് ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണത്. കടുത്ത വേനൽ ചൂടിനെ തുടർന്നാണ് വാഴകൾ ഒടിഞ്ഞത്. വിളവെടുക്കാൻ പാകമാകുന്നതിന് മുൻപായിരുന്നു വാഴകൾ ഒടിഞ്ഞു വീണത്. പ്രവാസിയായിരുന്ന സത്യപ്രസാദ് കലാകാരൻ കൂടിയായിരുന്നു. കോവിഡ് വന്നതോടെ കലാപരിപാടികൾ ഇല്ലാതായതോടെ കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. വീടിന് സമീപത്തെ NSS കരയോഗം വക 1 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് വാഴകൃഷിയും മറ്റ് പച്ചക്കറികളും ചെണ്ടുമല്ലിയും ഉൾപ്പെടെ കൃഷി ചെയ്തത്. വേനൽ ചൂട് കനത്തതാണ് ഇപ്പോൾ വാഴകൾ ഒടിഞ്ഞു വീഴാൻ കാരണമായതെന്ന് സത്യപ്രസാദ് പറയുന്നു. ഇപ്പം ഞാൻ 10 വർഷമായിട്ട് ഈ പുരയിടത്തിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ കഴിഞ്ഞ അവാർഡിന് വേണ്ടിയിട്ട് വാഴ കൃഷി കൂടുതൽ ചെയ്തിരുന്നു. ഒരു 400-ൽ പരം ഏത്തവാഴ കൃഷി ചെയ്ത് അത് ഒരു ഡിസംബർ 15 തൊട്ടാണ് ഇത് ഇങ്ങനെ ഈ വരൾച്ച അനുഭവപ്പെട്ടത്. അപ്പം നല്ലതുപോലെ കൊലച്ച് വന്ന് കൊലച്ച് 2 മാസം ആവാറാവുന്നതിന് മുമ്പ് ഇത് ഓരോന്നോരോന്നോരോന്ന് ഒടിച്ച് വീഴാൻ തുടങ്ങി. ചൂടിന് വെള്ളം ഒഴിച്ചിട്ടും നിൽക്കാത്തൊരവസ്ഥയായിപ്പോയി. അത് ഞാൻ ചെന്ന് കൃഷി 400 വാഴയോളം ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. വെക്കുന്നതിന് 2 മാസം കഴിഞ്ഞ് ഇൻഷുറൻസ് ചെയ്തായിരുന്നു.
അപ്പോൾ അതുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള രീതിയിൽ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു. കൃഷിഭവനിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫുകളില്ല. അപ്പോൾ അവിടെ ആകെപ്പാടെ 6-7 പേര് ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോൾ 2-3 പേരുണ്ട്. ബാക്കി എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിക്കും മറ്റ് ലോങ് ലീവും ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുക. അപ്പോൾ ഇരിക്കുന്ന കൃഷി ഓഫീസറുടെ അടുത്ത് പറയുമ്പോൾ അവർ നിസ്സഹാവസ്ഥയാണ് പറയുന്നത്. കൃഷിഭവനിൽ നിന്നോ കൃഷിവകുപ്പിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചില്ലെന്നും ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിത് ബ്ലോക്കിൽ പ്രസിഡന്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത്, AD അടുത്ത് റിപ്പോർട്ട് ചെയ്ത്, അക്ഷയ കൊണ്ടുവന്ന് ഇൻഷുറൻസ് ചെയ്തതിൻ്റെ അവിടെ റിപ്പോർട്ട് ചെയ്ത് ആ പേപ്പർ കൊണ്ടുവന്ന് കൃഷി ഓഫീസർ കൊടുത്തു. പക്ഷേ അത് കൃഷിഭവനിൽ നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരിത് രജിസ്റ്റർ ചെയ്യുകയോ ഇത് FIR ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2 വർഷം മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് മേടിച്ചതാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കൃഷിയാണ് ഏറ്റവും മെയിനായിട്ട് എടുത്ത് ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നെൽകൃഷി ചെയ്ത് മുന്നേ കയറി മൊത്തം നെല്ലും പോയി. ഒരു 2 കണ്ടത്തിൽ മാത്രം ഒരു 10-20 സെൻറ്റിനകത്ത് മാത്രം കുറച്ച് നെല്ല് കിട്ടി. അതും ഒരു വൻ നഷ്ടമായിപ്പോയി. കൃഷിയുടെ തുടക്കത്തിൽ ഏത്തവാഴകൾ ഇൻഷുർ ചെയ്തിരുന്നതാണ്. ചുറ്റുമല ബ്ലോക്കിൽ നിന്ന് വാഴക്കുലയ്ക്ക് കവറിടുന്നതിനും വളത്തിനുമായി 4000 രൂപ ലഭിച്ചിരുന്നു. വാഴയ്ക്ക് ആവശ്യത്തിന് വെള്ളം നനച്ചിരുന്നെങ്കിലും ഒടിഞ്ഞു വീഴുകയായിരുന്നു. നിലവിൽ കൃഷിയിൽ നിന്നും പിന്തിരിയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പം വേറെ പെരുന്നാട് സഹകരണ സംഘത്തിൻ്റെ പുരയിടം പാട്ടത്തിനെടുത്ത് അത് ഇപ്പം 100-200 വാഴ കൊണ്ടുവച്ച് അത് വെള്ളമൊഴിച്ച് കിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം നഷ്ടമാവും. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്നും കാശ് ഒരുപാട് ഇറങ്ങുന്ന അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ പെരുന്നാട് കൃഷിഭവനെ കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു കൃഷിഭവനാണ്. അവിടെ ഇങ്ങനെ ഒരു സ്റ്റാഫുകളില്ലാതെ ഇങ്ങനെ 2-3 പേരെ കൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ചവരെ ആദരിച്ചു. നീണ്ടകര ഫിഷിംഗ് ഹാർബർ വർക്കേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ചവറ മണ്ഡലത്തിലെ പ്രതിനിധികൾക്കാണ് ആദരവ് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ചവറ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളെയാണ് ആദരിച്ചത്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ വർക്കേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു, ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ വേറെ കാര്യം, ഞങ്ങൾ ആണ് എന്നൊരു തോന്നൽ വെറുതെ ഉള്ള തോന്നലാണ്. പാർട്ടിയാണ് ഫസ്റ്റ്. നിങ്ങളെ നിങ്ങളാക്കിയ പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കാം. സമയച്ചെടുക്കം കൊണ്ട് മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല. ഞാൻ ദീർഘകാലത്തെ പരിചയമുള്ള ഒരു ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മുടെ ചില പാർട്ടി പരിപാടികൾക്ക് ആളിനെ വിളിക്കുമ്പോൾ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞാൻ കമ്മിറ്റി വെച്ചു പോയി എന്ന് കമ്മിറ്റിയാണ് ഞങ്ങളുടെ. അപ്പൊ ഞാൻ അവരോട് പറയും, ആ കമ്മിറ്റി ക്യാൻസൽ ചെയ്ത് ആ കമ്മിറ്റി മാറ്റിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനുള്ള അധികാരമുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽക്കൊണ്ട് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. സന്തോഷിനൊക്കെ അറിയാം, സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. ഒരു കമ്മിറ്റി നോട്ടീസ് നടത്തി. പക്ഷെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി വന്നാൽ ആ നോട്ടീസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം, ഇറ്റ് ഈസ് യുവർ പ്രിവിലേജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. സെക്രട്ടറിയോട് പറയുമ്പോൾ പറയും, അയ്യോ സാറെ മാറ്റിവെക്കാൻ പറ്റില്ല. അയാളാണോ തീരുമാനിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശത്തെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം. സെക്രട്ടറി എല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ്. INTUC ദേശീയ സെക്രട്ടറി K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി P. ജെർമിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. G. സേതുനാഥപിള്ള, G. ലീലാകൃഷ്ണൻ, R. അരുൺരാജ്, കോലത്ത് വേണുഗോപാൽ, സന്തോഷ് തുപ്പാശ്ശേരി, ജെയിൻ ആൻസിൽ, ഗിരീഷ് മേച്ചേജത്ത, ജയകുമാർ, പുഷ്പരാജൻ, PR ജയപ്രകാശ്, കിഷോർ അമ്പിലാക്കര, നിഷ സുനീഷ്, അൻവർ കാട്ടിൽ, കോണിൽ രാജേഷ്, ശിവപ്രസാദ്, അനിൽകുമാർ, സന്തോഷ് കടങ്ങിൽ, സച്ചു യേശുദാസ്, SF യേശുദാസൻ, ചവറ ഹരീഷ് കുമാർ, ബാബുജി പട്ടത്താനം, E. യോഹന്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഞ്ചലിൽ വാഹനാപകടം. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിൽ കാർ ഇടിച്ചു കയറിയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. സിഗ്നലിൽ നിർത്തിയേക്ക് വരുന്നു തവേരയും ഈ സ്കൂട്ടിയും. അതിൻ്റെ പിറകിൽ കൂടെ ഒരു കാറ് വന്ന് ഇടിച്ചു ഒന്ന് പോയി. അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സ്കൂട്ടിയിൽ ഇരുന്നയാൾ തെറിച്ച് പോയി ആ കാറിൽ വീണ് അതിൻ്റെ ഗ്ലാസ് ചിരന്തി വരാണക്കായി ഇരിപ്പുണ്ട്. ആ വണ്ടി ഇപ്പോൾ സ്റ്റേഷനിലോട്ട് എടുത്തിട്ടുണ്ട്. അഞ്ചൽ ബൈപ്പാസിൽ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനായ അഞ്ചൽ സ്വദേശിയെ പോലീസും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ടിൽ പോയി ടവേര വാഹനം ചവിട്ടി നിർത്തി. അതിൻ്റെ പുറകെ സ്കൂട്ടർ വന്ന് നിന്നു.
ഒരാൾ ആ സ്കൂട്ടറിൻ്റെ പുറകെ ഒരു കാർ ബ്രേക്ക് പോലും ചവിട്ടിയിട്ടില്ല, അയാൾ ഉറങ്ങിപ്പോയെന്ന് പറയുന്നത്. വന്ന് സ്കൂട്ടറിൽ ഇടിച്ചു, സ്കൂട്ടർ പോയിട്ട് രണ്ട് വാഹനത്തിൻ്റെ ഇടയ്ക്ക് ഞെരുങ്ങിപ്പോയി. ഇതാ സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പുള്ളി തെറിച്ച് പുറകെ വന്ന വണ്ടിയുടെ ഗ്ലാസ്സിൽ വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ പനയഞ്ചേരി ഭാഗത്തെ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിൻവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി UPG സ്കൂളിൽ പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചു. സ്കൂളിന് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത്. കരുനാഗപ്പള്ളി UPG സ്കൂളിലാണ് പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചത്. 2025-26 അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെ ഭൗതിക അടിസ്ഥാന ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അധ്യാപകർ, പൂർവാധ്യാപകർ, മികച്ച സേവനം കാഴ്ചവെച്ച ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 3 തലമുറ മുമ്പേ ഉള്ള ആളുകൾ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിലാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കാർ വിദ്യാലയം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരും മുതുമുത്തശ്ശിമാരുടെ അനുഗ്രഹം നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്. നിങ്ങൾ അവർക്ക് നൽകേണ്ടത് നിങ്ങൾ നല്ല വിദ്യ അഭ്യസിക്കുക, സമൂഹത്തിൽ നല്ല ആളുകളായി വളർന്നു വരിക, നല്ലൊരു ജീവിക്കാൻ ഉതകുന്ന തരത്തിലൊരു ഉദ്യോഗം വാങ്ങിച്ച് സമൂഹത്തിൽ നല്ല ജീവിതം നയിച്ച് കാണിക്കുക എന്നാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനൊക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അധ്യാപകരും റിട്ടയർ ചെയ്ത അധ്യാപകരും ഈ സ്കൂളിൽ കയറ്റി ചെയ്യുന്ന നല്ല സേവനങ്ങൾ, മതിൽ പതുക്കി പണിയുക, ഗേറ്റ് പണിഞ്ഞു കൊടുക്കുക, കിണറിറച്ചു കൊടുക്കുക, അങ്ങനെ ഒരു സ്കൂളിനുള്ള അപര്യാപ്തതകൾ എന്തൊക്കെയാണോ, സൗകര്യക്കുറവ് എന്തൊക്കെയാണോ അതൊക്കെ നോക്കി ഭാവിയിൽ നിങ്ങളും വലുതായി വരുമ്പോൾ, നിങ്ങളും ഉയർന്ന ഉദ്യോഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ സ്കൂളിന് വേണ്ടി നിങ്ങളും ചെയ്യാൻ തൽപരരാകണം എന്നുകൂടിയാണ് ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SMC ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഗിരീഷ് കുമാർ ശാസ്ത്ര പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക SI ജമീല, SMC വൈസ് ചെയർമാൻ ജയപ്രഭാത്, P. പ്രീത, V. നിത, പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KSRTC ജംഗ്ഷനിൽ കല്ലടയാറിന്റെ തീരത്ത് കാട് കൂടി നശിക്കുന്നത് 39.96 ലക്ഷം രൂപയുടെ പാർക്ക്. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച പാർക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് 7 കൊല്ലം. 5 ലക്ഷം രൂപയ്ക്കുള്ള പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കുന്നതിന്റെ സാങ്കേതികതയിൽ തട്ടിയാണ് പാർക്ക് തുറക്കാൻ നീളുന്നത്. 8 വർഷം മുമ്പാണ് KSRTC ഡിപ്പോയ്ക്ക് പിന്നിൽ കല്ലടയാറിന്റെ തീരത്തായി പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. നടപ്പാത, സ്നാനഘട്ടം, വള്ളക്കടവ, വിശ്രമ മണ്ഡപം, പടിപ്പുര, സ്റ്റീൽ ബെഞ്ചുകൾ തുടങ്ങിയവ സജ്ജമാക്കി. അടങ്കൽ തുകയിൽ നിന്ന് മിച്ചം പിടിച്ച 5 ലക്ഷം രൂപയുടെ പ്രവൃത്തി കൂടി നടപ്പാക്കുന്നതിനാണ് പാർക്ക് തുറക്കുന്നത് വൈകിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഇവിടം നിലവിൽ കാട് മൂടിക്കിടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം നഗരസഭയുടെ നേതൃത്വത്തിൽ കാട് തെളിച്ചിരുന്നെങ്കിലും മാസങ്ങൾക്കുള്ളിൽ പഴയ നിലയിലായി. 2019 ജൂലൈയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അക്കൊല്ലത്തെ ഓണത്തിന് പാർക്ക് തുറക്കണമെന്ന് MLAയും മന്ത്രിയുമായിരുന്ന K. രാജു നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് 1.5 കൊല്ലത്തേക്ക് നിർമ്മാണം നിലച്ചു. തുടർന്ന് മാസങ്ങളെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2024 സെപ്റ്റംബറിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് PS സുബാൽ MLA നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി നിലവിലെ കരാർ റദ്ദു ചെയ്ത പുതിയ കരാർ നൽകാനും നിർദ്ദേശിച്ചു. എന്നാൽ 15 മാസത്തിനു ശേഷവും തീരുമാനം നടപ്പാക്കുകയോ പുതിയ കരാർ നൽകുകയോ ചെയ്തിട്ടില്ല. നടപ്പാക്കാൻ ആലോചിച്ചിട്ടുള്ള പ്രവൃത്തികൾ നിലവിലെ സാഹചര്യത്തിൽ 5 ലക്ഷം രൂപ കൊണ്ട് പൂർത്തീകരിക്കാനുമാകില്ല. അടങ്കൽ വീണ്ടും പുതുക്കി നിശ്ചയിക്കേണ്ടി വരും. KSRTC ഡിപ്പോയ്ക്ക് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താനുണ്ട്. മിക്കവാറും ഈ പ്രവൃത്തി കൂടി പൂർത്തിയായ ശേഷമേ പാർക്കിൽ പുതിയ നിർമ്മാണം നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോഴേക്കും ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവൃത്തികൾ നാശമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ VOUP സ്കൂളിൽ സ്നേഹം പദ്ധതിക്ക് തുടക്കമായി. ജൻ ആൽഫ കാലഘട്ടത്തിലെ കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്ന ശൈലീപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം. പുനലൂർ VOUP സ്കൂളിലാണ് സ്നേഹം പദ്ധതിക്ക് തുടക്കമായത്. ജൻ ആൽഫ കാലഘട്ടത്തിലെ കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്ന ശൈലീപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം.
6 ആഴ്ചകളിൽ 6 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്നാം ഘട്ടം പദ്ധതി നടപ്പാക്കുന്നത്. 6 ആഴ്ചകൾ കൊണ്ട് സ്കൂളിൽ പുതിയ അക്കാദമിക അന്തരീക്ഷവും രക്ഷിതാക്കളിലൂടെ പുതിയ ഭവനാന്തരീക്ഷവും സൃഷ്ടിച്ച രണ്ടാം ഘട്ടത്തിലേക്ക് മാർച്ച് 2-ാം വാരം കടക്കും. ആദ്യ ആഴ്ച ശാസ്ത്രയില്ലാ വാരം, 2-ാം ആഴ്ച പ്രശംസാവാരം, 3-ാം ആഴ്ചയിൽ ഡിജിറ്റൽ ഉപവാസവാരം, 4-ാം ആഴ്ചയിൽ കൃതജ്ഞതാവാരം, 5-ാം ആഴ്ചയിൽ ക്ഷമാപണവാരം എന്നിവ ക്രമീകരിച്ച് 6-ാം ആഴ്ചയിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് ഒന്നാം ഘട്ടത്തിലെ ഉയർന്ന തലമായ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, സാധൂകരിക്കുക എന്ന തലത്തിലേക്ക് പ്രവേശിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം പുന്നൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. എന്തായാലും നിങ്ങളെല്ലാം കോളടിച്ചിരിക്കുക. പറഞ്ഞതനുസരിച്ച് 6 ആഴ്ചത്തേന് ഇനി അടി ശാസന ഇല്ലെന്നാണ് പറയുന്നത്. അല്ല സാറേ? അപ്പൊ നമ്മുടെ സർക്കാർ വളരെ കർശനമായിട്ട് പറയുകയാണ്, 6 ആഴ്ച കാലം നിങ്ങളെ അടിക്കാനോ വഴക്ക് പറയാനോ പാടില്ലെന്നോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായമാണ്. അപ്പോ സർക്കാർ ഉത്തരവ് പേടിച്ചവർ 6 ആഴ്ച കാലം അടിക്കാതെ കഴിയുന്ന തുടർന്നുള്ള കാര്യങ്ങൾ എന്താ പറ്റും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 6 ആഴ്ച കാലം കൊണ്ട് അടിയും വഴക്കും കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതിന് തയ്യാറാണ്? അത് റെഡിയാണോ? അത് റെഡിയാണ്. അപ്പോ വളരെ ഭാവനാപൂർണമായ ഒരു പരിപാടിയാണ് സ്നേഹം എന്ന ഒരു പദ്ധതിയിലൂടെ സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ കാര്യം ബിജു സാർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇനി അടിയും വഴക്ക് കിട്ടുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. റെഡിയാണെന്ന്. അപ്പോ നിങ്ങളെ അധ്യാപകരെ അടിക്കാൻ പാടില്ല, രക്ഷകർത്താക്കൾ അടിക്കാൻ പാടില്ല, ശാസിക്കാനും പാടില്ല തൽക്കാലം. അപ്പൊ അത് തുടർന്ന് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിയും വഴക്കൊന്നും കിട്ടാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം. സ്കൂൾ വൈസ് പ്രസിഡന്റ് ലിത ഷിബു അധ്യക്ഷത വഹിച്ചു. LIC പ്രസിഡന്റ് റവറന്റ് ഐസക് മാത്യു, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭാഷ് ജി നാഥ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ടി, കൗൺസിലർമാരായ റാണി ജേക്കപ്പ, ഷെമി എസ് അസീസ്, സുനിൽ തോമസ്, സുധർമ്മ ടി, ഷേർലി പ്രദീപ് ലാൽ, മുൻ കൗൺസിലർ N സുന്ദരേശൻ, PTA പ്രസിഡന്റ് നിസാമുദ്ദീൻ L, മാതൃസമിതി പ്രസിഡന്റ് സിബി ബിജു, ജനറൽ കൺവീനർമാരായ ക്രിസ്റ്റീന വി ബെന്നി, ആനി തോമസ് എന്നിവർ പങ്കെടുത്തു. എൻ്റെ മകൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിൽ വരുന്ന ഒരു അവസരത്തിൽ 13 കുട്ടികളുമായിട്ടാണ് സാർ ഇവിടെ ചാർജ് എടുത്തത്. ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് സാർ ആദ്യമേ സമീപിച്ചത് കുടുംബശ്രീ പ്രവർത്തകരായ ഞങ്ങളെയാണ്. അതായത് ഈ സ്കൂളിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് 7 വാർഡുകൾ. ഈ 7 വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഒന്ന് സംയോജിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ബിജു സാർ ആദ്യമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്രകാരം ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാം കൂടി സംഘടിച്ച് ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികളെയെല്ലാം, ഇവിടെ നേരത്തെ സുന്ദരേണ്ണം പറഞ്ഞായിരുന്നു, ഞങ്ങൾ അവിടെ ഇന്നത്തെ സുന്ദരേണ്ണം പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും മുന്തിയ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. ആ നിലയിൽ നിന്ന് ഈ സ്കൂള് ഇന്നിപ്പോൾ 120 കുട്ടികളായിട്ട് ഉയർച്ചയിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിലും ഈ സ്കൂളിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അഭിമാനമാണ് ഈ സ്കൂൾ. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലും ഈ സ്കൂളിൻ്റെ ഒരു മുഖ്യധാര പ്രവർത്തനം നമ്മൾ മാതൃകയാക്കുന്നതാണ്. ഇവിടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും ക്രമീകരിച്ച് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ബിജു സാറിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഇവിടെ സ്നേഹം പദ്ധതി സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയായി പോകുമ്പോൾ നമുക്ക് സ്നേഹമുണ്ടോ? എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടോ? ഉണ്ട് അല്ലേ? അടി വേണോ? വേണ്ട. ടീച്ചർമാരിനെ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബിജു സാർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒരാഴ്ച നമ്മളെ അടിക്കാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാതയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോദിയുടെ പാതയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും VD സതീശൻ. പുനലൂരിൽ കല്ലടയാറിന്റെ തീരത്ത് പാർക്ക് കാടുമൂടി നശിക്കുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്.
കാട് കയറുന്നത് 40 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പാർക്ക്. അഞ്ചലിൽ വാഹനാപകടം. സ്കൂട്ടർ യാത്രികന് പരിക്ക്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പിന്നിൽ കാർ ഇടിച്ചായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.